അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സുരേന്ദ്രജി. ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. അന്ന് കോടതിയിലൊന്നും പോയില്ലേ? കോടതിയിൽ പോയി ഈ ബഹളമൊന്നും ഞാൻ വെച്ചില്ല. എടോ, ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. അതാണ് കണ്ടുപഠിക്ക്. 6000 കള്ള വോട്ടാണെന്നിട്ടൊരു കേസിനെ വഴക്കിനെ പോയിട്ടില്ല. അതാണ് നമ്മുടെ സുരേന്ദ്രജി. നമുക്ക് എത്ര വരെ കള്ള വോട്ട് ഇവിടെ ചേർക്കാൻ പറ്റും? 60,000 കള്ള വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ 60,000 കള്ള വോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM-ഉം ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന UDF-ന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങി ചാവുന്നതാണ് നല്ലത്. അല്ല പിന്നെ ഓട്ടന്മാരെ പോയി തൂങ്ങിച്ചത്തൂടെ അവന്മാർക്ക്. പിന്നെ 2029 മാത്രമല്ല 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാവും. ഇനിയും വോട്ട് ചേർക്കും. വലിയ ഭൂരിപക്ഷത്തിൽ, ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു ഞാൻ നിങ്ങളെ. അതാണ് 2029 2034 സുരേഷ് ഗോപി വരികയും ചെയ്യും, വോട്ട് ചേർക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ഒന്ന് തൊട്ട് നോക്കല്ലേ.